പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പരിശുദ്ധമായ വണക്കമാസം 31-ാം തീയതി. ആധ്യാത്മിക ജീവിതത്തിൽ മറിയത്തിനുള്ള സ്ഥാനം. പരിശുദ്ധ കന്യയ്ക്ക് നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൽ സുപ്രധാനമായ ഒരു പങ്കുണ്ട്. ആധ്യാത്മിക ജീവിതത്തിൽ വേണ്ട വിധം പുരോഗമിക്കുന്നില്ലെങ്കിൽ അതിനു കാരണം പരിശുദ്ധ കന്യയ്ക്ക് നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിലുള്ള സ്ഥാനം എന്താണെന്ന് വേണ്ട വിധം മനസ്സിലാക്കാത്തതിലാണ്. ദിവ്യജനനിയോട് നമുക്ക് പരിപക്വമായ ഒരു ഭക്തി ഉണ്ടായേ മതിയാവൂ. ക്രിസ്തുവിനെ രൂപീകരിച്ച പരിശുദ്ധ കന്യയേക്കാൾ നമ്മൾ ഓരോരുത്തരിലും ക്രിസ്തു രൂപം കൊള്ളുന്നതിൽ സഹായിക്കാൻ കഴിവുള്ള ആരുമില്ല. ഈശോ മിശിഹ പരിശുദ്ധ കന്യകയുടെയും പരിശുദ്ധാത്മാവിൻ്റെയും സംയുക്ത പ്രവർത്തനത്താൽ രൂപീകൃതനായി. മൗതിക ശരീരവും പരിശുദ്ധ കന്യയുടെ സാന്നിധ്യത്തിലാണ് രൂപം കൊണ്ടത്. ഇതുപോലെ ഓരോ ക്രിസ്ത്യാനിയുടെയും രൂപീകരണത്തിൽ പരിശുദ്ധ കന്യയ്ക്ക് സുപ്രധാനമായ ഒരു പങ്ക് വഹിക്കാനുണ്ട്. അക്കാര്യത്തിൽ നാം വേണ്ട വിധം മനസ്സിലാക്കിയിട്ടുണ്ടോ? ആധുനിക യുഗത്തിൽ പലരും പരിശുദ്ധ കന്യകയോടുള്ള ഭക്തിക്ക് വേണ്ട വിധത്തിൽ സ്ഥാനം നൽകിയിട്ടില്ല. തന്നിമിത്തം നാം ഇന്നൊരു വിശ്വാസ തകർച്ചയെ അഭിമുഖീകരിക്കുന്നു. പരിശുദ്ധ കന്യകയോടുള്ള ഭക്തി മന്ദീഭവിക്കുമ്പോൾ വിശ്വാസ തകർച്ച ഉണ്ടാകുമെന്നുള്ളത് നിസ്തർക്കമാണ്. ഇന്ന് ലോകവ്യാപകമാം വിധം പാപപങ്കിലമായ ഒരു ലൗകിക സാമ്രാജ്യം നാം കാണുന്നുണ്ട്. കമ്മ്യൂണിസം, ഭൗതികവാദം, ധാർമ്മികാധപതനം മുതലായവയാണ് അതിന് കാരണം. ഫ്രോയിഡ് എന്ന മനഃശാസ്ത്രജ്ഞൻ ഒരിക്കൽ പ്രസ്താവിക്കുകയുണ്ടായി, എനിക്ക് സ്വർഗത്തെ നീക്കിക്കളയുവാൻ സാധിക്കുകയില്ലെങ്കിൽ ഞാൻ സകല നാരകീയ ശക്തികളെക്കാളും സ്വർഗത്തിനെതിരായി അണിനിരത്തുമെന്ന്. അതിനുവേണ്ടി അദ്ദേഹം കണ്ടുപിടിച്ചതാണ് അദ്ദേഹത്തിൻ്റെ ലൈംഗികാധിപത്യവാദം. കാറൽ മാർക്സ് അദ്ദേഹത്തിൻ്റെ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിലൂടെ മനുഷ്യനെ കേവലം സാമ്പത്തിക ജീവിയായി അവതരിപ്പിച്ചു. ഡാർവിൻ്റെ പരിണാമവാദം അതിനെ മൃഗവുമാക്കി തീർത്തു. ഇപ്രകാരമുള്ള എല്ലാ ഭൗതികവാദങ്ങളെയും വെല്ലുവിളിച്ചുകൊണ്ട് ദിവ്യജനനി ലൂർദിൽ പ്രത്യക്ഷപ്പെട്ട് പ്രഖ്യാപിച്ചു, ഞാൻ അമലോത്ഭവമാകുന്നു. കൂടാതെ പരിശുദ്ധ കന്യകയുടെ സ്വർഗാരോഹണവും ലൗകായകത്തിന് മറുപടിയാണ്. മനുഷ്യമഹത്വത്തെപ്പറ്റി അമലോത്ഭവ സത്യത്തിലൂടെ മറിയ നമുക്ക് നൽകുന്ന സന്ദേശം മനുഷ്യൻ പദാർത്ഥ പരിണാമത്തിൻ്റെ പ്രതിഭാസം മാത്രമല്ല എന്നാണ്. എല്ലാ നാരകീയ ശക്തികൾക്കുമെതിരെയായി പരിശുദ്ധ കന്യക നമുക്ക് നൽകിയിരിക്കുന്ന ഒരു ദിവ്യായുധമാണ് ജപമാല. ജപമാലയിലൂടെ പരിശുദ്ധ കന്യക വഴി ഈശോ നമ്മിൽ ജീവിക്കുന്നു. മനുഷ്യ ജീവിതത്തിൻ്റെ പ്രകൃതാതീതമായ മൂല്യം അത് നമ്മെ അനുദിനം അനുസ്മരിപ്പിക്കുന്നു. മറിയം വഴി പരിശുദ്ധ തത്വത്തോടുള്ള ഒരു സംഭാഷണമാണ് ജപമാല. സുവിശേഷ സംഗ്രഹവും അത്രേ. പരിശുദ്ധ തത്വത്തിന് യേശു മിശിഹായ്ക്കും പരിശുദ്ധ കന്യയ്ക്കും മഹത്വം നൽകുന്ന ഒരു മനോഹരമായ പ്രാർത്ഥനയാണ് ജപമാല. അത് എല്ലാ കുടുംബങ്ങളെയും പവിത്രീകരിക്കുന്നു. നമ്മുടെ സന്തോഷ ദുഃഖങ്ങളെയും വിജയങ്ങളെയും പരിത്രാണ പരിപാടിയുടെ വെളിച്ചത്തിൽ വിലയിരുത്തി ജീവിതത്തിന് മൂല്യം പകരുന്ന അത്ഭുതാവഹമായ ഒരു പ്രാർത്ഥനയാണ്. പരിശുദ്ധ മതത്തോടുള്ള ഭക്തിക്ക് തൃത്വപരവും ക്രിസ്തുപരവും സഭാപരവും മാനുഷികവുമായ വശമുണ്ട്. അത് നാം മനസ്സിലാക്കി എല്ലാ ദിവസവും ജപമാല ഭക്തിപൂർവ്വം ജപിക്കണം. തിരുസഭ പല പ്രതിസന്ധി ഘട്ടങ്ങളെയും ജപമാല ഭക്തിയിലൂടെ വിജയപൂർവ്വം തരണം ചെയ്തു. ആധുനിക ലോകത്തിൻ്റെ ഭാവി ഭാഗധേയങ്ങൾ നിർണ്ണയിക്കുന്നതിൽ ദൈവജനനിക്ക് സുപ്രധാനമായ ഒരു സ്ഥാനമുണ്ട് എന്നുള്ള വസ്തുത മനസ്സിലാക്കി ജപമാല ഭക്തിപൂർവ്വം ജപിക്കുക. ലൂർദിലും ഫാത്തിമയിലും എല്ലാം കന്യകമറിയം ലോകത്തിന് നൽകിയ ആഹ്വാനം ജപമാലയുടേതാണ്. സംഭവം വിശുദ്ധ ജോൺ ദെ മോൺഫോർട്ട് ഒരു സംഭവം അദ്ദേഹത്തിൻ്റെ ജപമാലയെക്കുറിച്ചുള്ള ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നു. ഒരിക്കൽ ഒരു ജപമാല ഭക്തൻ തസ്കര സംഘത്തിൻ്റെ കരങ്ങളിൽ പെട്ടു. തസ്കര സംഘം അദ്ദേഹത്തിൻ്റെ പണം തട്ടിയെടുത്തതിന് ശേഷം അദ്ദേഹത്തെ വധിക്കുവാൻ ഒരുങ്ങി. മരിക്കുന്നതിന് മുമ്പ് 15 മിനിറ്റ് സമയം പ്രാർത്ഥിക്കുവാൻ അവസരം കൊടുക്കണമെന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ചു. അവർ അനുവദിച്ചു. ജപമാല ഭക്തൻ ഉടൻ തന്നെ കൊന്ത എടുത്തു ജപമാല ആരംഭിച്ചു. അയാൾ ജപമാല ജപിച്ചുകൊണ്ടിരുന്നപ്പോൾ സുന്ദരിയായ സ്ത്രീ അയാളുടെ പക്കൽ വന്ന് ഒരു റോസാ പുഷ്പം അയാൾ ധരിപ്പിക്കുന്നതായി തസ്കര സംഘം നേതാവ് കണ്ടു. അത് പരിശുദ്ധ കന്യക തന്നെയായിരുന്നു. തൽഫലമായി അവർ ആ യാത്രക്കാരനെ നിരുപാധികം വിട്ടയച്ചു. അയാളിൽ നിന്ന് അപഹരിച്ച പണവും തിരികെ കൊടുത്തു. ഇതുപോലെ നാം എല്ലാ ദിവസവും ജപമാല ഭക്തിപൂർവ്വം ജപിക്കുമെങ്കിൽ ദിവ്യജനനിയുടെ പരിലാളന നമുക്ക് ലഭിക്കുമെന്നുള്ളത് നിസ്തർക്കമാണ്. പ്രത്യേകിച്ചും നാരികീയ ശത്രുവിൻ്റെ അഭിയോഗങ്ങളിൽ നിന്നും മറിയം നമ്മെ രക്ഷിക്കും. പ്രാർത്ഥന. പരിശുദ്ധ കന്യക മറിയമേ, അങ്ങ് ഞങ്ങളുടെ സങ്കേതമാണ്. ഞങ്ങളുടെ ആധ്യാത്മികവും ഭൗതികവുമായ ആവശ്യങ്ങളിൽ ഞങ്ങളെ സഹായിക്കണമേ. അമലോത്ഭവ കന്യകയെ, ഞങ്ങൾ ഈശോ മിശിഹായ്ക്കും നിനക്കും ഉള്ളവരാകുവാൻ മനസ്സായിരിക്കുന്നു. എനിക്ക് നിന്റെ നേരെയുള്ള സ്നേഹത്തിൻ്റെ ലക്ഷ്യമായി എൻ്റെ ആത്മാവിനെയും
ശരീരത്തെയും ഓർമ്മ, ബുദ്ധി, മനസ്സ്, ശരീരം എന്നിവയെയും അങ്ങേക്ക് കാഴ്ചവെക്കുന്നു. നീ എന്നെ അനുഗ്രഹിച്ച് എൻ്റെ രക്ഷയായിരിക്കണമേ. എന്നെ എല്ലാ പാപങ്ങളിൽ നിന്നും സംരക്ഷിച്ച് ആത്മശരീര വിശുദ്ധിയോടുകൂടി ജീവിക്കുവാൻ സഹായിക്കണമേ. പിതാവായ ദൈവത്തിൻ്റെ പുത്രിയും പുത്രനായ ദൈവത്തിൻ്റെ മാതാവും പരിശുദ്ധാത്മാവിൻ്റെ പ്രിയമുള്ള മണവാട്ടിയുമായി പരിശുദ്ധ കന്യകയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അത്രയും ദയയുള്ള മാതാവേ, അങ്ങേ സംഘത്തിൽ ഓടിവന്ന് അങ്ങേ സഹായം അപേക്ഷിച്ചവരിൽ ഒരുവനെങ്കിലും നിന്നാൽ കൈവിടപ്പെട്ടു എന്ന് ലോകത്തിൽ കേൾക്കപ്പെട്ടിട്ടില്ല എന്ന് നീ നനച്ചുകൊള്ളണമേ. കന്യാവൃത്തക്കാരുടെ രാജ്ഞിയായ കന്യകയെ, ദയയുള്ള മാതാവേ, ഈ വണ്ണമുള്ള ശരണത്താൽ ഉറച്ചു നിന്റെ തൃപ്പാദത്തിൽ ഞാൻ അണഞ്ഞു വരുന്നു. നെടുവേർപ്പെട്ട് കണ്ണുനീർ ചിന്തി പാപിയായ ഞാൻ നിന്റെ ദയയുടെ ആഴത്തെ കാത്തുകൊണ്ട് നിന്റെ തിരുമുമ്പിൽ നിൽക്കുന്നു. അവതരിച്ച വചനത്തിൻ മാതാവേ, എൻ്റെ അമ്മേ, എൻ്റെ അപേക്ഷയെ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടോളണമേ. ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച ശുദ്ധമറിയമേ, പാപികളുടെ സംഗതമേ, ഇതാ നിന്റെ സംഘത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു. ഞങ്ങളുടെ മേൽ അലുവായി ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചോളണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. നന്മ നിറഞ്ഞ മർമ്മേ, സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുരിതത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടാനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച ശുദ്ധമറിയമേ, പാപികളുടെ സംഗതമേ, ഇതാ നിന്റെ സംഘത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു. ഞങ്ങളുടെ മേൽ അലുവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചോളണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലാപനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. പരിശുദ്ധമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളോട് മരണസമയത്തും തമ്പുരാനോട് ഉപയോഗിച്ചോളണമേ. ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച ശുദ്ധമറിയമേ, പാപികളുടെ സംഗീതമേ, ഇതാ നിന്റെ സംഗീതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു. ഞങ്ങളുടെ മേൽ അലുവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചോളണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. നന്മ നിറഞ്ഞ മർമ്മേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടാനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ലുത്തിനിയ, കർത്താവെ അനുഗ്രഹിക്കണമേ. മിശിഹായെ അനുഗ്രഹിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. ആകാശങ്ങളിൽ ഇരിക്കുന്ന ഭാവ തമ്പുരാനെ, ഭൂലോക രക്ഷിതാവായ പുത്രൻ തമ്പുരാനെ, റോഹദുദാസ തമ്പുരാനെ, ഏകസ്വരൂപമായിരിക്കുന്ന പരിശുദ്ധ തത്വമേ, പരിശുദ്ധ മറിയമേ, ദൈവകുമാരന്റെ പുണ്യജനനെ, കന്യാസ്ത്രീകൾക്ക് മകുടമായ നിർമ്മല കന്യകയും, മിശിഹായുടെ മാതാവേ, ദൈവപ്രസാദവർത്തന്റെ മാതാവേ, പ്രത്യാശയുടെ മാതാവേ, അത്രയും നിർമ്മലയായ മാതാവേ, അത്യന്ത വിരക്തിയുള്ള മാതാവേ, കളങ്കഹീനയായ കന്യാസ്ത്രീയായിരിക്കുന്ന മാതാവേ, കന്യാവ്രതത്തിന് അനന്തരം വരാത്ത മാതാവേ, സ്നേഹഗുണങ്ങളുടെ മാതാവേ, അത്ഭുതത്തിന് വിഷയമായിരിക്കുന്ന മാതാവേ, സതുപദേശത്തിന്റെ മാതാവേ, സൃഷ്ടാവിന്റെ മാതാവേ, രക്ഷിതാവിന്റെ മാതാവേ, തിരുസഭയുടെ മാതാവേ, കരുണയുടെ മാതാവേ, വേഗസിന്മുള്ള കന്യകയെ, പ്രകാശപൂർണമായ സ്തുതിക്ക് യോഗ്യയായിരിക്കുന്ന കന്യകയെ, സ്തുതിപ്രാപ്തിക്ക് സിന്മുള്ള കന്യകയെ, വല്ലഭമുള്ള കന്യകയെ, കനിവുള്ള കന്യകയെ, വിശ്വാസവതിയായിരിക്കുന്ന കന്യകയെ, നീതിയുടെ ദർപ്പണമേ, ബോധജ്ഞാനത്തിന്റെ സിംഹാസനമേ, ഞങ്ങളുടെ തെളിവിന്റെ കാരണമേ, ആത്മജ്ഞാനപൂരിത പാത്രമേ, ബഹുമാനത്തിന്റെ പാത്രമേ, അത്ഭുതമായ ഭക്തിയുടെ പാത്രമേ, ദൈവരസം നിറഞ്ഞിരിക്കുന്ന പനിനീർ കുസുമമേ, ദാവീദിന്റെ കോട്ടയെ, നിർമ്മല തന്നുകൊണ്ടുള്ള കോട്ടയെ, സ്വർണാലയമേ, വാഗ്ദാനത്തിന്റെ പേടകമേ, ആകാശഭാഷത്തിന്റെ വാതിലെ,
ഉഷാകാലത്തിൻ്റെ നക്ഷത്രമേ, രോഗികളുടെ സ്വസ്ഥാനമേ, പാപികളുടെ സംഗതമേ, പ്രവാസികളുടെ മാതാവേ, വ്യാകുലന്മാരുടെ ആശ്വാസമേ, ക്രിസ്ത്യാനികളുടെ സഹായമേ, മാലാകന്മാരുടെ രാജ്ഞി, ബാന്മാരുടെ രാജ്ഞി, ദീർഘദർശികളുടെ രാജ്ഞി, സ്ലേഹാന്മാരുടെ രാജ്ഞി, വേദസാക്ഷികളുടെ രാജ്ഞി, വന്ദനീയന്മാരുടെ രാജ്ഞി, കന്യാസ്ത്രീകളുടെ രാജ്ഞി, സകല പുണ്യന്മാരുടെ രാജ്ഞി, അമലോത്ഭവമായിരിക്കുന്ന രാജ്ഞി, സ്വർഗപിതാവായിരിക്കുന്ന രാജ്ഞി, പശ്ചിമകളുടെ രാജ്ഞി, സമാധാനത്തിന്റെ രാജ്ഞി, കർമ്മല സഭയുടെ അലങ്കാരമായ രാജ്ഞി, ഭൂലോപാവണം നിൽക്കുന്ന ദേശമിലാട്ടുകുട്ടി, ഭൂലോപാവണം നിൽക്കുന്ന ദേശമിലാട്ടുകുട്ടി, ഭൂലോപാവണം നിൽക്കുന്ന ദേശമിലാട്ടുകുട്ടി, കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സർവേശ്വരന്റെ പുണ്യപൂർണ്ണയെ മാതാവേ, ഇതെന്റെ പക്കൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. ഞങ്ങളുടെ ആവശ്യം നേരത്ത് ഞങ്ങളുടെ അപേക്ഷകൾ നീ തെച്ചിക്കില്ലേ. ഭാഗ്യവതിയും ആശ്രയിക്കപ്പെട്ടവളുമായ സലാപത്തിലും ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഈ ശംസിയുടെ വാഗ്ദാനക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സ്വർഗത്തിന്റെ പ്രസ്മതാവേ ഞങ്ങൾക്ക് അപേക്ഷിക്കണമേ. പ്രാർത്ഥിക്കാം. കർത്താവെ, മുഴുവൻ സ്വരുകൂടെ അങ്ങേ മുമ്പിൽ നിൽക്കുന്ന ഈ കുടുംബത്തെ തൃപ്പാർത്ത് എപ്പോഴും പരിശുദ്ധകനിയായിരിക്കുന്ന മറിയത്തിന്റെ അപേക്ഷയാലെ ശൈലശത്രുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്ന് കൃപ ചെയ്ത് രക്ഷിക്കണമേ. ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ കർത്താവ് ശംസിയുടെ തിരുമത്തെക്കുറിച്ച് ഞങ്ങൾക്ക് തന്നള്ളണമേ. പരിശുദ്ധരാജ്ഞി കന്യാമാതാവ് സ്വസ്തി, ഞങ്ങളുടെ ജീവനും മാതിരും ശരണമേ സ്വസ്തി. അവയുടെ പുനർ മക്കളായ ഞങ്ങൾ നിലവിളിക്കുന്നു. കണ്ണുനീരിന്റെ താഴ്വരയിൽ നിന്ന് നിലവിൽപ്പെടുന്നു. ആകയാൽ ഞങ്ങളുടെ മധ്യസ്ഥി ഞങ്ങളുടെ കരുണയുള്ള കണ്ണുകൾ ഞങ്ങളുടെ നേരെ തിരിക്കണമേ. ഞങ്ങളുടെ പ്രകാശത്തിന് ശേഷം അങ്ങയുടെ ഉദരത്തിന്റെ അനുഗ്രഹ ഫലമായി ഈശോ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ. കന്യയും വാത്സല്യവും മാതിരും നിറഞ്ഞ കന്യകമറിയമേ, ആമേൻ. യേശുമിശിഹായുടെ വാഗ്ദാനത്തിൽ ഞങ്ങൾ യോഗ്യരാകുവാൻ സ്വർഗ്ഗത്തിന്റെ പുഷ്പതാവേ ഞങ്ങൾ കൊണ്ടുപിടിക്കണമേ. പ്രാർത്ഥിക്കാം. സർവശക്തിയുള്ളവനും നിത്യനുമായിരിക്കുന്ന സർവസ്വര ഭാഗ്യതയായിരിക്കുന്ന മറിയത്തിന്റെ ആത്മാവും ശരീരവും ഗൃഹാദുകുദാശയുടെ അനുഗ്രഹത്താലും നിന്റെ ദൈവത്തിന് യോഗമായ പീഠമായിരിക്കാൻ പൂർവികമായി നീ നിയമിച്ചോലു. ഈ ദീമാതാവിനെ നനച്ച് സന്തോഷിക്കുന്ന ഞങ്ങൾ ഇവരുടെ അനുഗ്രഹമുള്ള അപേക്ഷയാണ് ഈ ലോകത്തിലുള്ള സകലാബ്ദുകളിലും നിത്യമരണത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ കൃപമേ. യാചനകളൊക്കെയും ഞങ്ങളുടെ കർത്താവ് ശംസിയുടെ തിരുമതയെക്കുറിച്ച് ഞങ്ങൾക്ക് തന്നള്ളണമേ. പരിസ്ഥിതിമാതനുള്ള അപേക്ഷ പാപികളുടെ സംഗതമേ തിരിച്ചപ്പിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിഞ്ഞ് സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടളാകുന്നു. അങ്ങയുടെ ദുരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാണ്. പാപികളുടെ സംഗതമേ, വിജാതിയർ മുതലായവർ മനസ്സ് തിരിയാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ. പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളോട് മനസ്സംസലിന്റെ പ്രധാനോട് വിളിച്ചോളണമേ. പാപികളുടെ സംഗതമേ, രാഷ്ട്രീയാധികാരികൾ സത്യവും നീതിയും പാലിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മർമ്മേ സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ട ആളാകുന്നു. അങ്ങയുടെ ദുരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. പാപികളുടെ സംഗതമേ, മാർപ്പാപ്പ മുതലായ തിരുസഭാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പരിശുദ്ധമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. പാപികളുടെ സംഗതമേ, അങ്ങ് പ്രിയപ്പെട്ട മക്കളായിരിക്കുന്ന ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മർമ്മേ സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ട ആളാകുന്നു. അങ്ങയുടെ ദുരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാകുന്നു. സുഹൃത ജപം. ദൈവജനത്തിന് മാതാവായ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിമല ഹൃദയ പ്രതിഷ്ഠ. പരിശുദ്ധ കന്യകയായിരിക്കുന്ന ദേവമാതാവേ, ഞങ്ങൾക്കും മാതാവായി നിയമിക്കപ്പെട്ടിരിക്കുന്ന പരലോക ഭൂലോകങ്ങളുടെയും രാജ്ഞി, സർവവല്ലഭനായിരിക്കുന്ന കർത്താവിൻ്റെ അമ്മേ, സകല സൃഷ്ടികളിലും ഉത്തമ സൃഷ്ടി, സകല ആരാധനയ്ക്കും യോഗ്യമായ ഏകത്രിത്വത്തിന് ഏറ്റവും സാധിച്ച കന്യകയെ, സർവപുണ്യങ്ങളും പ്രതിബിംബിച്ച് കാണപ്പെടുന്ന തെളിവുള്ള കണ്ണാടി, അങ്ങേക്ക് പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന ഈ മാസത്തിൻ്റെ അന്ത്യത്തിൽ അങ്ങേ പക്കൽ നന്ദിയുള്ള മനസ്സോടുകൂടി ഞങ്ങൾ മുഴുവനും കാഴ്ചവെക്കുന്നതിന് ഞങ്ങൾ വരുന്നു. ഞങ്ങളാൽ കഴിയും വണ്ണം എല്ലാ മനുഷ്യരുടെയും ഹൃദയങ്ങളെ അങ്ങേക്ക് കാഴ്ചവെക്കുന്നതിനും മോശവാസികളെല്ലാവരും ചെയ്തു വരുന്ന സ്തോത്രങ്ങൾ എല്ലാം കാണിക്കായി അങ്ങേക്ക് സമർപ്പിക്കുന്നതിനും ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അങ്ങേ സിംഹാസനത്തിൻ്റെ പക്കൽ സാഷ്ടാംഗം വീണ് ഞങ്ങളെ കാക്കുന്ന ദൈവദൂതന്മാരുടെയും എല്ലാ മോശവാസികളുടെയും സമക്ഷത്തിൽ ഏറ്റവും വണക്കത്തോടും തീക്ഷ്ണമായ സ്നേഹത്തോടും കൂടി അങ്ങയെ ഞങ്ങൾ രാജ്ഞിയായും നാദിയായും
സങ്കേതമായും മാതാവായും കരുതിക്കൊണ്ട് സ്ഥിരമായ മനസ്സോടും കറയറ്റ സ്നേഹത്തോടും കൂടെ ഞങ്ങളുടെ ശരീരത്തെയും ആത്മാവിനെയും അവയവങ്ങളെയും ശക്തികളെയും മറ്റു ഞങ്ങൾക്കുള്ള സകലത്തെയും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. അങ്ങേക്ക് യോഗ്യമായ വണക്കത്തെ പ്രസിദ്ധപ്പെടുത്തിയും അങ്ങേ ശത്രുക്കളോട് എതിർത്തും ശേഷം പേരെ അങ്ങേപ്പക്കൽ ചേർത്തുകൊണ്ട് എല്ലാ ദിവസവും അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നതാണ്. ഇടപെടാതെ ഞങ്ങളെ നിരൂപിച്ചുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ട ഉപകാരങ്ങൾ ചെയ്യാൻ കാത്തിരിക്കുന്ന അങ്ങേ മറക്കുന്നത് എങ്ങനെ? പരിശുദ്ധ മറിയമേ, ഇന്ന് തുടങ്ങി ഞങ്ങളുടെ മരണപര്യന്തം അങ്ങേ മക്കളായിട്ടും ശുശ്രൂഷകരായിട്ടും ദാസരായിട്ടും ഞങ്ങൾ ജീവിക്കുന്നുണ്ട്. അങ്ങേ ഭരണത്തിന് കീഴിൽ ഞങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്നത് എത്രയോ ഭാഗ്യം. കണ്ണുനീരിൻ്റെ ഉറവയായ ഈ സ്ഥലത്തിൽ നിന്ന് അങ്ങേ നോക്കി പ്രലപിച്ചുകൊണ്ട് അങ്ങേ സഹായം പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ അകപ്പെട്ടിരിക്കുന്ന ആപത്തുകളെയും ഞങ്ങളുടെ ശത്രുക്കളുടെ ക്രൂരതയെയും തൃക്കൻ പാർക്കണമേ. ഞങ്ങളുടെ മേൽ അലിവായി ഞങ്ങൾക്ക് വേണ്ടി സർവേശ്വരൻ്റെ പക്കൽ പ്രാർത്ഥിച്ച് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. സകല നന്മകളും കൃപയും നിറഞ്ഞ മാതാവേ, അങ്ങേക്ക് കാഴ്ചവെക്കപ്പെട്ട ഞങ്ങളെ സഹായിച്ചു കാത്തുകൊള്ളണമേ. ഞങ്ങൾക്ക് വരാനിരിക്കുന്ന തിന്മകളെ നീക്കി ഞങ്ങളുടെ ആത്മീയ ശത്രുക്കളെ പരാജയപ്പെടുത്തണമേ. ഞങ്ങളുടെ ബലഹീനത നീക്കി സ്ഥിരപ്പെടുത്തണമേ. ഈ ലോകത്തിൽ ഞങ്ങൾ ജീവിച്ചിരിക്കും വരെയും ഞങ്ങളെ കൈവിടാതെ കൊടുങ്കാറ്റിൻ്റെ ആധിക്യത്താൽ ക്ഷോഭിച്ച സമുദ്രത്തെ പോലെയുള്ള ഈ ലോകത്തിൽ ഞങ്ങളെ നാശം കൂടാതെ നടത്തി അങ്ങയോടുകൂടി സകല ഭാഗ്യങ്ങളും പ്രാപിക്കുന്നത് വരെയും അമ്മേ ഞങ്ങളെ കൈവിടരുത്. ആമേനീശോ. നല്ല മാതാവേ മരിയേ, നിർമ്മല യൗസേപിതാവേ, ഞങ്ങളുടെ പാദ പങ്കജത്തിൽ ഞങ്ങളെ വച്ചിതാ കൊമ്പിടുന്നേൻ. ആത്മശരീരേന്ദ്രിയങ്ങളായ ദിസ്മരണാദിവാസങ്ങളെയും ആയവറ്റിൻ പല കർമ്മങ്ങളും പോയതുമുള്ളതും മേലിലേതും കണ്ണു തീരിച്ചു കാടാക്ഷിച്ചതിൽ തന്നതു സർവമാകറ്റിക്കൊണ്ട് പുണ്യമായുള്ളതു കാത്തവറ്റാൽ ധന്യരായ ഞങ്ങളെ യാക്കിടുവിൻ. മുമ്പിനാൽ ഞങ്ങളെ കാത്തുവന്ന തുമ്പം താരും ദുഷ്ട പാതകാരം ചൈത്താന്മാർ ഞങ്ങളെ കാത്തിടുവാൻ ചത്താലും ഞങ്ങൾക്കതിഷ്ടമല്ല. ആ ദുഷ്ടർ ഞങ്ങളെ കാത്തിടുകിൽ ആ കഷ്ടം ഞങ്ങളെ ദുഷ്ടരാക്കി. ഇമ്പം കാണിച്ചു പ്രിയം വരുത്തി ഇമ്പവർ ഞങ്ങളെ നാശമാക്കും. അയ്യോ മാതാവേ പിതാവട്ടെ, 5000 കാതം ദൂരമാക്കി ഞങ്ങളെ കൈകളിൽ താങ്ങിക്കൊണ്ട് നിങ്ങളുടെ പുത്രനു ചേർത്തു കൊള്ളുവിൻ. നല്ല മാതാവേ മരിയേ, നിർമ്മല യൗസേപിതാവേ,